60 വയസ്സുള്ള ഗൃഹനാഥനും 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയും തമ്മിൽ അവിഹിതം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മളിത് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ദ ഗേൾ ഇൻ ദ പൂൾ എന്ന് പറഞ്ഞ് 2024 റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ സിനിമ തുടങ്ങുമ്പോൾ നമ്മളെ കണ്ടെങ്കിൽ നായകനായിട്ടുള്ള തോമസ് ആണെങ്കിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതാണ്. പെട്ടെന്നാണെങ്കിൽ അവൻ്റെ മൈൻഡിലേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് വരും. അവൻ്റെ കാമുകിയായിട്ടുള്ളൊരു 18 വയസ്സുള്ള പെണ്ണും അവനും കൂടെ സ്വിമ്മിംഗ് പൂളിൽ നിൽക്കുന്നതും ഇച്ചിരി കഴിഞ്ഞാൽ പെണ്ണിൻ്റെ ബോഡി ഇവൻ കൊണ്ടുവന്ന് വേസ്റ്റ് ബക്കറ്റ് ഇടുന്നത്. അങ്ങനെ പെട്ടെന്ന് ഇവൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇത് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇവനാണ് ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കാണിക്കും. അത് കഴിഞ്ഞാണ് സിനിമയാണെങ്കിൽ കുറേ മണിക്കൂർ പിന്നിലേക്ക് പോകുന്നത്. അന്നേരമാണെങ്കിൽ അവനാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരനെ വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കൂട്ടുകാരനാണെങ്കിൽ ഇവൻ്റെ സന്തോഷകരമായിട്ടുള്ള ജീവിതത്തെ പറ്റി പറയും. ഇവനാണെങ്കിൽ സുന്ദരിയായിട്ടൊരു ഭാര്യയുണ്ട്, അതുപോലെ തന്നെ ഇവനെ സ്നേഹിക്കുന്ന മക്കളും ലക്ഷറീസ് ആയിട്ട് ഒരു വീടും ആരും ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി ലൈഫ് ഇവന് കിട്ടിയെന്നൊക്കെ കൂട്ടുകാരൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ സമയമാണ് തോമസ് നോക്കുമ്പോഴത്തേക്കിനും അവൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഡ്രോൺ വന്ന് നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ തന്നെ തോമസ് കൂട്ടുകാരനോട് പറയും, തൊട്ടപ്പുറത്തെ വീട്ടിലെ പയ്യനാണെങ്കിൽ എപ്പോഴും ഇവൻ്റെ വീടിൻ്റെ മണ്ടയിലോട്ട് ഡ്രോൺ പറത്തി വിട്ടുകൊണ്ടിരിക്കും. അതാണ് ഈയിടെയായിട്ട് ഭയങ്കര ശല്യമായിട്ട് വരിക, ഇപ്പം തന്നെ ചെറുക്കനോട് ചോദിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതേ സമയം പെട്ടെന്ന് ആരോ വാതിൽ മുടുന്ന കാണും. അപ്പം തന്നെ തോമസ് കോള് കെട്ടി നോക്കുമ്പോഴത്തേക്കിനും അത് അവൻ്റെ ലവറായിട്ടുള്ള ഹന്നയായിരുന്നു. ഇവർ തമ്മിൽ ഏകദേശം നല്ല പ്രായ വ്യത്യാസമുണ്ട്. അവൾക്കാണെങ്കിൽ 18 വയസ്സ്, ഇവനാണെങ്കിൽ 60 വയസ്സുമായിരുന്നു. അവളാണെങ്കിൽ ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് കാണാൻ വന്നതായിരുന്നു. അങ്ങനെ വിഷസൊക്കെ പറഞ്ഞ ശേഷം രണ്ടുപേരും കൊണ്ടൊന്ന് സന്തോഷിക്കാൻ വേണ്ടി സ്വിമ്മിംഗ് പൂളിലേക്ക് പോകും. അത് കഴിഞ്ഞ് വീണ്ടും സിനിമയാണെങ്കിൽ പ്രസൻറ്റിലേക്ക് വരും. ഇപ്പോൾ ഈ സമയമാണ് തോമസ് ആണെങ്കിൽ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. അന്നേരമാണ് പെട്ടെന്ന് അവൻ്റെ ഭാര്യ വന്ന് വിളിക്കുന്നത്. പെട്ടെന്ന് ഇവൻ ഞെട്ടിപ്പോയിട്ടാണെങ്കിൽ അവൻ്റെ ഭാര്യയോട് കാര്യം ചോദിക്കും. അവൾ വന്നേക്കുന്നതെന്ന് വെച്ചാൽ അവനെ ഡിന്നറിന് വിളിക്കാൻ വേണ്ടിയായിരുന്നു. തോമസ് ആണെങ്കിൽ അവളോട് പറയും, ഇപ്പോൾ തൽക്കാലം പൊക്കോ, അവനാണെങ്കിൽ എല്ലാം റെഡി ആയിട്ട് പുറകെ വന്നേക്കാന്ന് പറയും. ഭാര്യ പോയ ശേഷമാണെങ്കിൽ അവനാണെങ്കിൽ കണ്ണാടിയിലോട്ട് നോക്കിയിട്ട് അവൻ നിരപരാധിയാണ്, അവനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നീട് സിനിമ വീണ്ടും ആണെങ്കിൽ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. തോമസ് ഹന്നയും കൂടെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയ ശേഷം തോമസ് ആണെങ്കിൽ ഹന്നേനെ തള്ളി വെള്ളത്തിലേക്കിടും. ആദ്യം ഹന്ന അവനോട് ദേഷ്യപ്പെടുമെങ്കിലും പിന്നീട് അവർ രണ്ടുപേരും കൂടെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി അവിടെ വെച്ച് ബന്ധപ്പെടും. പിന്നീട് സിനിമയാണ് വീണ്ടും പ്രസൻറ്റിലേക്ക് വരും. തോമസ് ആണ് ഇപ്പോഴും പേടിച്ച് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അവനാണെങ്കിൽ പെട്ടെന്ന് വെളിയിലാരോ നിൽക്കുന്ന പോലെ തോന്നിയിട്ട് അവൻ്റെ ഭാര്യയോട് പോയി ചോദിക്കും. അപ്പോഴത്തേക്കിനും അവൾ പറയും വെളിയിലാരും ഇല്ല, ഇവനെന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അന്നേരമാണ് പെട്ടെന്ന് അവൻ വെളിയിലാരോ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ഉടനെ അവനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ലാമ്പൊക്കെ എടുത്തിട്ട് അവൻ ഇപ്പം തന്നെ കൊല്ലുന്നൊക്കെ പറഞ്ഞു പോകും. ഭാര്യയാണെങ്കിൽ ഇതൊക്കെ കണ്ടിങ്ങനെ അന്തം വിട്ടോണ്ടിരിക്കും ഇവൻ്റെ സ്വഭാവം കണ്ടിട്ട്. ഉടനെ തോമസ് ആണെങ്കിൽ ഭാര്യയോട് ചോദിക്കും, അവൾ ആരോടെ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നൊക്കെ ചോദിക്കും. ഭാര്യ പറയും അത് അവളുടെ പേഴ്സണൽ മാറ്റർ, അതിലെന്തിനും ഇവൻ ഇടപെടുന്നതെന്നൊക്കെ ചോദിക്കും. തോമസ് ശ്രദ്ധിക്കുമ്പോഴത്തേക്കിനും എന്തേ പെട്ടെന്ന് വെളിയിലാരോ ഒച്ച വെക്കുന്ന ശബ്ദം. അവനാണെങ്കിൽ അവൻ്റെ ക്ഷമയെല്ലാം നശിച്ചായിരുന്നു. ഈ പ്രാവശ്യം ദേഷ്യപ്പെട്ട് അവൻ പോയി കഥ തുറന്നു നോക്കും. അന്നേരമാണ് അവൻ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നത്. എല്ലാവരും കൂടെ അവന് ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തായിരുന്നു. അവൻ്റെ ഭാര്യ വന്ന് അവനോട് പറയും ഡിന്നറിനൊക്കെ കള്ളം പറഞ്ഞായിരുന്നു, ശരിക്കും അവന് ബർത്ത്ഡേ സർപ്രൈസ് ആയിരുന്നു, എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തതെന്ന് പറയും. ഉടനെ തന്നെ അവൻ്റെ മകളായിട്ടുള്ള റോസ് ആണെങ്കിൽ വന്ന് അവനെ കെട്ടിപ്പിടിച്ച് ബർത്ത്ഡേ വിഷൊക്കെ ചെയ്യും. അത് കഴിഞ്ഞാണ് തോമസിൻ്റെ കൂട്ടുകാരൻ അങ്ങോട്ട് വന്നിട്ട് ഇവനെ വിഷ് ചെയ്ത ശേഷം അവൻ കുറേ നേരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഇവൻ്റെ ഒരുപാട് കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ചെന്ന് പറയുന്നത്. പെട്ടെന്ന് തോമസ് ആണെങ്കിൽ നെർവസ് ആവും. എന്നിട്ട് കൂട്ടുകാരനെ ചേർത്ത് പിടിച്ച് ദേഷ്യത്തോടെ അവനോട് ചോദിക്കും അവനെപ്പറ്റി എന്തൊക്കെ അറിഞ്ഞതെന്ന്. അപ്പോഴാണ് കൂട്ടുകാരൻ പറയുന്നത് ഇവൻ ബിയർ അടിക്കുന്ന കാര്യമൊക്കെ അറിഞ്ഞത്. ഉടനെ തന്നെ ഒരു ബിയർ ഷെയർ ചെയ്യാമെന്ന് പറയും. കൂട്ടുകാരനോട് ചോദിക്കുകയും ചെയ്യും ഒരു തമാശ കാണിച്ച് എന്തിനാ സീരിയസ് ആകുന്നതൊക്കെ. അങ്ങനെ തോമസ് ആണെങ്കിൽ ജസ്റ്റ് കൂളാകും. എന്നാൽ പോലും അവൻ്റെ മനസ്സിലാണെങ്കിൽ ആ പേടി ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ വെച്ച് അവനാണെങ്കിൽ പേഴ്സണലായിട്ട് ഭാര്യയോട് പറയും അവൻ ഈ പാർട്ടി പങ്കെടുക്കാനൊന്നും താല്പര്യമില്ലെന്ന് പറയും. ഭാര്യവനോട് ഇന്ന് മാത്രം എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇവളാണെങ്കിൽ ഒരു മാസമായിട്ട് ഇവൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ സർപ്രൈസ് തരാൻ കഷ്ടപ്പെടുമായിരുന്നു, അപ്പോൾ അതൊക്കെ അംഗീകരിക്കേണ്ടത് ചോദിക്കും. അങ്ങനെ കുറേ നേരം തോമസ് ആണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും പാർട്ടി ഒഴിവാകാൻ. പിന്നീട് ഒരുപാട് സംസാരിച്ച ഭാര്യയ്ക്ക് സംശയം തോന്നിയാലെന്ന് ഓർത്ത് അവനാണെങ്കിൽ തൽക്കാലം പാർട്ടി പങ്കെടുക്കാനുള്ള കാര്യങ്ങൾ സമ്മതിക്കും. ഇതെല്ലാം കഴിഞ്ഞാണ് അവനാണെങ്കിൽ ഹന്നേനെ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ബക്കറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അവനവിടെ ചെല്ലുമ്പോഴത്തേക്കിനും അവൻ്റെ മകളും ബോയ് ഫ്രണ്ടും കൂടെ അവിടെ കിസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് അവർ രണ്ടും കൂടി ഇവനെ കണ്ട് ഞെട്ടും. അത് കഴിഞ്ഞ് അവളാണെങ്കിൽ അവൻ്റെ ബോയ് ഫ്രണ്ടിനെയൊക്കെ പരിചയപ്പെടുത്തും. പക്ഷേ തോമസ് ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള മൂഡിലല്ലായിരുന്നു. അവരെങ്ങനെയല്ലോ ആ ബക്കറ്റിൻ്റെ അടുത്ത് ഓടിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ തോമസ് ആണെങ്കിൽ അവരോട് പറയും എല്ലാവരും പാർട്ടിയിലേക്ക് അല്ലേ, അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. അങ്ങനെ പോകുന്നതിന് മുമ്പ് റോസ് ആണെങ്കിൽ പതിയെ ബക്കറ്റ് തുറക്കാൻ വേണ്ടി നോക്കും. പെട്ടെന്ന് അവനാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ് അവർ ഒഴിവാക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവർ പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ബക്കറ്റിൻ്റെ അകത്തുനിന്ന് ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. പക്ഷേ തോമസ് ആണെങ്കിൽ പെട്ടെന്ന് വട്ടുപിടിച്ച് എന്തൊക്കെയോ കാണിച്ചും ഒരു വിധത്തിൽ കൈകാര്യം ചെയ്തും അവരാണെങ്കിൽ പാർട്ടിയിലേക്ക് പറഞ്ഞു വിടും. അതെല്ലാം കഴിഞ്ഞ് അവൻ ബക്കറ്റിൻ്റെ അകത്തുനിന്ന് ഹന്നയുടെ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുനിന്ന് കെവിൻ എന്ന് പറഞ്ഞ് അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കോൾ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. തോമസ് ആണെങ്കിൽ ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ച ശേഷം നേരെ പാർട്ടിയിലേക്ക് വരും. അവിടെ വന്ന ശേഷമാണെങ്കിൽ അവനാണ് ബിയർ അടിച്ച് ശരിക്കും ബൂസാകും. പിന്നീട് വീണ്ടും അവൻ ബാത്റൂമിലേക്ക് പോയി നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തോണ്ടിരിക്കും. അവൻ്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് വന്നതും അതുപോലെ തന്നെ മുറി മുഴുവനാണെങ്കിൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. അങ്ങനെ വീണ്ടും അവൻ ഓർമ്മകളിൽ നിന്ന് മാറിയിട്ട് ശരിക്കും കുറേ ശ്വാസമൊക്കെ എടുത്ത് വിടും. പിന്നീട് അവൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവൻ അമ്മായിച്ചൻ അവിടെ വന്ന് നിൽക്കുന്നത് കാണുന്നത്. അവനാണ് ഞെട്ടിപ്പോവും. അത് കഴിഞ്ഞ് അവൻ്റെ ഭാര്യയുടെ അടുത്ത് വന്ന ശേഷം അവളോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും, വീണ്ടും പാർട്ടി നിർത്താനൊക്കെ പറഞ്ഞ്. അവളാണെങ്കിൽ അവരോട് കാരണം ചോദിച്ചുകൊണ്ടിരിക്കും ഇന്നത്തെ ദിവസം മാത്രം ഇവൻ്റെ പ്രത്യേക ഒരു സ്വഭാവത്തെ പറ്റി. അന്നേരമാണ് അവൻ അമ്മായിച്ചനാണെങ്കിൽ ഇതെല്ലാം ഒളിഞ്ഞെന്ന് കേട്ടിട്ട് അങ്ങോട്ട് വന്ന് കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവനത് കാണുമ്പോൾ ശരിക്കും ദേഷ്യം വരും. ഇവൻ പറയും ഇങ്ങനെ ഗോസിപ്പ് പിടിക്കാൻ വേണ്ടി നടക്കാൻ നാണമില്ല എന്നൊക്കെ പുള്ളിയോട് ചോദിക്കും. എന്നിട്ട് ഇവൻ പുള്ളിയോടാണെങ്കിൽ ഉടനെ തന്നെ ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയും. ഇല്ലെങ്കിൽ അവൻ്റെ മകളെ ഡിവോഴ്സ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ട് വിടുമെന്ന് പറയും. അത് കഴിയുമ്പോഴത്തേക്കിനും അവൻ്റെ അമ്മായിച്ചനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും.
പിന്നീട് സിനിമയാണ് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. എന്തൊക്കെയായിരുന്നു അന്നത്തെ ദിവസം നടന്നത് കാണിക്കും. അന്ന് അവർ രണ്ടുപേരും സ്വിമ്മിംഗ് പൂളിൽ വെച്ച് ബന്ധപ്പെട്ട ശേഷമാണെങ്കിൽ അന്നയാണെങ്കിൽ ആ തോമസ് ടോൺ അവളെ വിവാഹം കഴിക്കുന്നതിനെ പറ്റി ചോദിക്കും. അപ്പോഴത്തേക്ക് തോമസ് പറയും അത് നടക്കത്തില്ല, ഇവനാണെങ്കിൽ ഒരു ഫാമിലി ഉണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവളെ വന്ന് കണ്ടോളാന്ന് പറയും. അന്നേരമാണ് ഹന്ന പറയുന്നത് ഇത്രയും ഏജ് ഡിഫറൻസ് ഉണ്ടായിട്ടും അവളാണെങ്കിൽ ഇവനെ ഇത്ര സ്നേഹിക്കുന്നില്ലേ, അതുപോലെ തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള കെവിനാണ് അവളെ നല്ലപോലെ ഒന്നുമല്ല ട്രീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ തോമസ് ടോൺ അവൻ്റെ ഭാര്യനെ ഡിവോഴ്സ് ചെയ്തിട്ട് ഇവളുടെ കൂടെ വന്ന് സുഖമായിട്ട് ജീവിക്കാനൊക്കെ പറയും. അങ്ങനെ തോമസ് ആണെങ്കിൽ ഒന്നും ഉത്തരവൊന്നും പറയത്തില്ല. പതിയെ അവർ രണ്ടും കൂടെ വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ പയ്യനാണെങ്കിൽ ഡ്രോൺ പറത്തിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത്. ഇത് കാണുമ്പോൾ തോമസിന് ശരിക്കും ദേഷ്യം വരും. അവനാണെങ്കിൽ ആ പയ്യനോട് ഉടക്കുണ്ടാക്കാൻ വേണ്ടി തന്നെ പോകും. അങ്ങോട്ട് നിന്നിട്ട് അവനാണെങ്കിൽ ആ പയ്യനോട് ചൂടാകും. ഇനിയെങ്ങാൻ ഡ്രോൺ അവൻ്റെ വീട്ടിലേക്ക് പറത്തി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഡ്രോൺ തല്ലിപ്പൊടിക്കുമെന്ന് പറയും. ഇത് കേൾക്കുന്ന പയ്യനെ ശരിക്കും ദേഷ്യം വരും. അവനാണ് തോമസിനോട് പറയും ഏത്തോട്ട് എല്ലാ ദിവസവും ഡ്രോൺ ആണെങ്കിൽ തോമസിൻ്റെ വീട്ടിലോട്ട് വിട്ടുകൊണ്ടിരിക്കുമെന്ന്. തോമസ് ആണെങ്കിൽ ഫ്രസ്ട്രേഷൻ അടിച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് അവൻ്റെ ഗേൾഫ്രണ്ട് മരിച്ചു കിടക്കുന്നത് കാണുന്നത്. അവനാണെങ്കിൽ ഈ കാഴ്ച കൊണ്ട് വിറച്ചിരിക്കും. അന്നേരമാണ് അവൻ്റെ ഭാര്യ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരുവാന്നും കൂടെ പറയുന്നത്. ആ സിറ്റുവേഷൻ അവനാണെങ്കിൽ വേറൊരു വഴി മനസ്സ് വരത്തില്ല. അവൻ നേരെ ഹന്നയുടെ ബോഡി എടുത്ത ബാസ്ക്കറ്റിൻ്റെ അകത്ത് ആക്കി വെക്കും. എന്നിട്ട് ആ ബാസ്ക്കറ്റ് ചുറ്റും പറ്റിയ ബ്ലഡുമായി എല്ലാം തുടച്ച് വൃത്തിയാക്കുകയും ചെയ്യും. അന്നത്തെ ദിവസം നടന്ന ഈ സംഭവം കാരണമാണ് അവൻ ഇത്രയും ടെൻഷൻ അടിച്ച് നടക്കാൻ കാരണം അവൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു കൊലപാതകം നടന്നു. അതിന് ഉത്തരവാദി ആരാന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു അവൻ നിന്നത്. പിന്നീട് സിനിമ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ തോമസ് ആണെങ്കിൽ പാർട്ടിയുടെ ഇടയിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും അവിടെ കെവിൻ വന്ന് നിൽക്കുന്നത് കാണും. അപ്പം തന്നെ തോമസ് ആണെങ്കിൽ കെവിന് ഒരു സംശയം തോന്നും. അവൻ നേരെ അപ്പുറത്തെ വീട്ടിലെ പയ്യൻ്റെ അടുത്തോട്ട് പോയിട്ട് ആ ഡ്രോണിലെ ഫുട്ടേജ് കാണിക്കുകയാണെങ്കിൽ അവന് നിറയെ കാശ് കൊടുക്കാമെന്ന് പറയും. പയ്യനാണെങ്കിൽ പൈസ കിട്ടിയോട്ട് തോമസിൻ്റെ ആണെങ്കിൽ ഫുട്ടേജ് എല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ ആ ഡ്രോൺ ഫുട്ടേജ് നോക്കി വെറുതെ ആയി പോകും. കാരണം ഇവന് വേണ്ട ഒന്നും ആ ഫുട്ടേജിൻ്റെ അതില്ലായിരുന്നു. അങ്ങനെ അവൻ തിരിച്ച് വിഷമിച്ച് വന്നിരുന്ന ഹന്നേനെ മൂടിയിട്ടേക്കുന്ന ആ പെട്ടിപ്പുറത്ത് കയറിയിരുന്ന് അവിടെ വെച്ചിട്ട് ഡ്രിങ്ക് അടിച്ചുകൊണ്ടിരിക്കും. അന്നേരമാണ് അവൻ്റെ കുറേ ഫ്രണ്ട്സ് അങ്ങോട്ട് വന്ന് ആ പെട്ടിപ്പുറത്ത് കയറി ഡ്രിങ്ക് അടിക്കാൻ തുടങ്ങുന്നത്. ഇവരാണെങ്കിൽ പതിയെ പേടി തോന്നി തുടങ്ങും. എങ്ങാണോ അത്രയും പേര് ഇരിക്കുന്നതുകൊണ്ട് ബോട്ട്സ് പൊട്ടിയാലോ എന്നും. പകുതിയാകുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സാണ് അവിടെ കിടന്ന് ആഘോഷിച്ചുകൊണ്ട് അതിൻ്റെ മണ്ടേ കിടന്നിരുന്ന് കുലുങ്ങാനൊക്കെ തുടങ്ങും. ഇവനാണെങ്കിൽ പതിയെ പേടി തുടങ്ങും. എങ്ങാണം പൊട്ടി അവൻ്റെ ലൈഫ് ഉള്ളു തീരുമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ തോമസ് ആണെങ്കിൽ ഭാഗ്യമുള്ളവനായിരുന്നു. എങ്ങനെയോ ആ പെട്ടിയൊന്നും പൊട്ടിയില്ല. പിന്നീട് തോമസ് പാർട്ടി പങ്കെടുക്കാൻ വരുമ്പോഴാണ് കെവിനാണെങ്കിൽ അവൻ്റെ ഭാര്യയുടെയും തോമസിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് ഹന്നയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ പെൺകുട്ടീനെ ഇവിടെങ്ങാൻ വെച്ച് കണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നത്. അന്നേരം തോമസ് ആണെങ്കിൽ കെവിനോട് പറയും അവനങ്ങനെ പെൺകുട്ടികളെ ഒന്നും മൈൻഡ് ചെയ്യാറില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല, അവനാണെങ്കിൽ ഫുൾ ടൈം അവൻ്റെ ഭാര്യയുടെ കൂടെ തന്നെയൊക്കെ ഇരിക്കത്തുള്ളൂ എന്ന് പറയും. ഇതൊക്കെ കേട്ട് ഭാര്യയും കുറേ നേരം ഇമ്പ്രസ് ഒക്കെ ആയിട്ടിരിക്കും. അതെല്ലാം കഴിഞ്ഞ് കെവിൻ പോയി കഴിയുമ്പോഴാണ് തോമസ് ആണെങ്കിൽ ഭാര്യയോട് ചൂടാകുന്നത് ഇവനെയൊക്കെ ആരാ പാർട്ടിയിലോട്ട് വിളിച്ചെന്ന് പറഞ്ഞ്. പക്ഷേ അവിടെയുള്ള മെമ്പേഴ്സിന് ആർക്കും കെവിനെ അറിയത്തുമില്ലായിരുന്നു. തോമസ് ആണെങ്കിൽ നേരെ ബാത്റൂമിലേക്ക് പോയിട്ട് അവിടെ കിടന്ന് ദേഷ്യപ്പെട്ട് അവൻ്റെ ഫ്രസ്ട്രേഷനൊക്കെ തീർത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇവൻ്റെ സ്വഭാവം മാറുന്നതാണെങ്കിൽ ഇവൻ്റെ മക്കൾ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ അവരുടെ ഫാദറിൻ്റെ ഈ ക്യാരക്ടർ ചേഞ്ചൊക്കെ. വൈകുന്നേരം ആകുമ്പോൾ പാർട്ടിയിലാണ് ഡാൻസും പാട്ടും DJ എല്ലാം തുടങ്ങും. തോമസ് വെളിയിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും കെവിൻ അന്നേരവും പാർട്ടി തന്നെ ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ തോമസിന് ദേഷ്യം വരും. അവനാണെങ്കിൽ ആരും വരെ കെവിനെയാണ് വീടിൻ്റെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ റൂമിൽ ചെന്ന ശേഷമാണെങ്കിൽ അവനെ ഗൺപോയിന് നിർത്തി അവനോട് അവൻ്റെ ഗേൾഫ്രണ്ടിനെ ശരിക്കും എന്താ ചെയ്തതെന്ന് ചോദിക്കും. കെവിനാണെങ്കിൽ ഉടനെ തന്നെ പറയും അവനൊന്നും ചെയ്തിട്ടില്ല, അവളാണെങ്കിൽ ഒരു വട്ട് പിടിച്ച സ്വഭാവമുള്ളതായതുകൊണ്ട് ഇവിടെങ്ങാൻ വന്ന് കയറിയോന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറയും. ഇന്ന് തോമസ് ഉടനെ അവനോട് അവൻ്റെ ഫോൺ കാണിക്കാൻ വേണ്ടി പറയും. കെവിനാണെങ്കിൽ ഫോൺ കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് താഴെ വീണ ഫോണാണ് ചാടി എടുക്കാൻ നോക്കും. തോമസ് പുറകെ ചാടി അവൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് അവനെ ബോധം കെടുത്തും. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും കെവിൻ്റെ ഫോണാണ് ലോക്കായിരുന്നു. തോമസ് കുറേ നേരം ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അവൻ്റെ കണ്ണൊക്കെ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ലോക്ക് അഴിക്കാൻ പറ്റി. പക്ഷേ ഫോണിൻ്റെ ലോക്ക് അഴിയുന്നില്ലായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് തോമസിൻ്റെ മകനായിട്ടുള്ള അലക്സ് കയറി വരുന്നത്. ഇവനതെല്ലാം കണ്ട് പേടിച്ച് നിൽക്കുമ്പോഴാണ് തോമസ് അവനോട് വന്ന് പറയുന്നത് അവനെല്ലാ സത്യവും പറയും, പക്ഷേ പുറത്താരോടും പറയില്ലെന്ന്. തോമസ് ആണെങ്കിൽ എല്ലാ സത്യം മകനോട് പറയും. അന്നേരമാണ് മകൻ പതിയെ കരഞ്ഞു തുടങ്ങിയിട്ട് പറയുന്നത് തോമസും ആ പെണ്ണും കൂടെ സ്വിമ്മിംഗ് പൂളിൽ നിൽക്കുന്ന ഇവൻ കണ്ടായിരുന്നതും. അന്നേരം തോമസ് അവൻ്റെ അമ്മ ചതിക്കുന്ന വിഷമത്തിൽ അവനാണ് വന്ന ആ പെൺകുട്ടിയെ കൊന്നതെന്നും പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കും തോമസ് ഞെട്ടിയിരിക്കും. അത് കഴിഞ്ഞാണ് അവൻ്റെ മകൻ പറയുന്നത് അവനായിട്ട് ആ പെൺകുട്ടിയെ കൊന്നു, ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ടിനെ തോമസ് ആയിട്ടും കൊന്നെന്ന് പറയും. അപ്പോൾ തോമസ് പറയും അവൻ കെവിനെ കൊന്നിട്ടില്ല, പകരം ബോധം കെടുത്തിയതേ ഉള്ളൂ, ഉടനെ തന്നെ അവനെ മാറ്റി കിടത്തണമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടും കൂടെ കെവിനെ മാറ്റി കിടത്താൻ നോക്കുമ്പോഴാണ് അവൻ്റെ ഭാര്യയും മക്കളും കൂടെ കയറി വരുന്നത്. അവർ ഈ കാഴ്ചയാണ് ഞെട്ടി നിൽക്കുമ്പോഴാണ് പേടിച്ചു പോയ അലക്സ് ആണെങ്കിലുള്ള സത്യമെല്ലാം വിളിച്ച് പറയുന്നത്. അങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കിനും ആ മുഴുവൻ ഫാമിലിയും കൂടി ഇനി എന്ത് ചെയ്യുന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നീട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ ആ പാർട്ടിയിലേക്ക് പോയിട്ട് നോർമലായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കും. അന്നേരമാണ് ഈ മിസ്സിംഗ് കേസും അന്വേഷിച്ച് പോലീസ് അങ്ങോട്ട് വരുന്നത്. പോലീസ് അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും താൻ ചെയ്ത് തെറ്റുകൊണ്ട് തൻ്റെ മകൻ ഒരു കൊലപാതകയാകരുതെന്നോർത്ത് തോമസ് ആണെങ്കിൽ അലക്സ് ചെയ്ത കുറ്റം ഏറ്റെടുത്ത് ജയിലിലേക്ക് പോകും.